ഡോക്ടർ. ഹായ്. ഡോക്ടർ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ സൊസൈറ്റിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെയുള്ള ഒരു ധാരണയാണ്, നമ്മൾ ഓവർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ലെറ്റ് ഇറ്റ് ബി വേ പ്രോട്ടീൻ ഓർ നമ്മുടെ നാച്ചുറൽ പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടുള്ള മുട്ട എന്തെങ്കിലും ആയിക്കോട്ടെ, നോൺ വെജ് ഒക്കെ, ഓവർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഇഷ്യൂസ് ഉണ്ടാവും. അതൊരു ധാരണയാണ്. അതിൽ ശരിക്കും ഒരു സത്യാവസ്ഥയുണ്ടോ? അതിൽ യാതൊരു സത്യാവസ്ഥയില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ഉള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീനാണ് കിഡ്നിക്ക് ഡാമേജ് വരുത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻ അല്ല കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നത്. കിഡ്നി ഡാമേജ് വന്നതിന് ശേഷം പ്രോട്ടീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതല്ലാതെ പ്രോട്ടീനും കിഡ്നിയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പ്രോട്ടീൻസൊക്കെ കഴിക്കണം, ആളുകൾ കഴിക്കേണ്ടതാണ്. ഇപ്പോൾ കാരണം ഞാൻ കൺസൾട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ജോൺ മരീൻസിൽ വരുന്ന ആളുകളോട് നമ്മളോരോ കാര്യം പറയും. നമ്മൾ കൂടുതൽ കഴിക്കാൻ പറയുന്ന പ്രോട്ടീൻസാണ്. അതായത് നമ്മൾക്ക് ഒരു കിലോ വെയ്റ്റിന് മിനിമം 1 ഗ്രാമെങ്കിലും പ്രോട്ടീൻ കഴിക്കുന്നത്. അതായത് ഒരു മുട്ട കഴിച്ചാൽ 6 ഗ്രാമാണ് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ. അപ്പോൾ 60 കിലോ ഉള്ള ഒരാൾ എത്ര മുട്ട കഴിക്കേണ്ടി വരും? പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭൂരിഭാഗം ചോറും കഞ്ഞിയും സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം പുട്ട് ആ ഒരു സാധനങ്ങളാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത്. അതിനകത്തൊന്നും പ്രോട്ടീൻസ് ഇല്ല. അപ്പം ഈ പ്രോട്ടീൻസ് ആകെ ഉള്ളത് ഇറച്ചി, മീൻ, മുട്ട, ചെറുപയർ, വൻപയർ, കടല, മുതിര, ഉഴുന്ന്, പരിപ്പ് സാധനങ്ങളിൽ, പിന്നെ പാലിലും തൈരിലൊക്കെ ആയിട്ട് കുറച്ച് അളവിൽ ഇതൊക്കെയാണ്, മഷ്റൂംസിലൊക്കെയാണ് പ്രോട്ടീൻസ് മെയിനായിട്ട് കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തേച്ച് ഇത് ഹെൽത്തിന് ആവശ്യമുള്ളതാണ്. പക്ഷേ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പം ഇതല്ല. ഞാനിപ്പം ഈ ഇടയ്ക്ക് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ക്ലിനിക് ഉള്ളപ്പോൾ നമ്മൾ അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ പഞ്ചായത്തിലൊക്കെ എത്ര കിഡ്നി പേഷ്യൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു എവറേജ് എടുത്ത് നോക്കിയതിനകത്ത് കുറഞ്ഞത് ഒരു പഞ്ചായത്തിൽ എന്ന് പറയുന്നത് 400-500 പേരെങ്കിലും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഡയാലിസിസ് ചെയ്യുന്നവരും കിഡ്നി പ്രശ്നമുള്ളവരും അതിന് മരുന്നെടുക്കുന്നവരൊക്കെ ആയിട്ട് കോമൺ ആയിട്ടുണ്ട്. അപ്പം ഇതിൽ കണ്ടേക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പോയിട്ട് ഒരു കിഡ്നി ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ നമ്മൾ പോയി ചോദിച്ചാൽ മതി. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം അവർ ഈ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടല്ല, അവർ കഴിയുന്നത് ഇത് കുറച്ച് കഴിക്കുന്നവരാണ്. ഇതിനകത്ത് 100 പേര് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 95 പേരുടെയും മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ BP ആയിട്ട് ബന്ധപ്പെട്ട്. പ്രമേഹമാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നത്, അല്ലാതെ പ്രോട്ടീൻ അല്ല. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കാർബോഹൈഡ്രേറ്റ് ആണ് കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നത്, പ്രോട്ടീൻ അല്ല. ഈ പ്രോട്ടീനെ ഈ എന്തിനാണ് ഇത് പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കേൾക്കുന്നത്, അതായത് ന്യൂസിലായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പേപ്പറിലായിക്കോട്ടെ, ആളുകൾ പറയുന്നതായിക്കോട്ടെ, എല്ലാം പ്രോട്ടീൻ കഴിച്ചു കിഡ്നി പോയി. ജിമ്മിൽ പോകുമ്പോൾ അതിൻ്റെ പ്രശ്നമാണ്, പ്രോട്ടീൻ്റെ പ്രശ്നമാണ് പറയുന്നത്. പക്ഷേ പ്രോട്ടീനും കിഡ്നി ഡാമേജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡാമേജ് വന്നതിന് ശേഷം പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിഡ്നിയുടെ പ്രശ്നം കൂടാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഒരു 90% കാരണങ്ങളും പ്രോട്ടീനുമായിട്ട് ഉള്ളതല്ല. ഡോക്ടർ ഓൾറെഡി കവർ ചെയ്തു, എന്നാൽ ഒന്നും കൂടി ഞാൻ ചോദിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. എത്ര ഗ്രാം ഓഫ് പ്രോട്ടീൻ നമുക്ക് ഒരാൾ ഒരു ദിവസം കഴിക്കാം? എത്ര ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും? അതിപ്പോൾ നമ്മളൊരു കണക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്നാലും നമ്മളൊരു വെയിറ്റ് പറയുമ്പം, അതായത് ഇപ്പം എൻ്റെ വെയിറ്റ് 75 കിലോ ആണ്. എൻ്റെ 75 കിലോ ആണെങ്കിൽ എനിക്ക് മിനിമം ഒരു 75 ഗ്രാമെങ്കിലും പ്രോട്ടീൻ വേണം. എന്ന് വെച്ചാൽ ഒരു 100 ഗ്രാം മീൻ, അതായത് ഒരു 3-4 മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 20 ഗ്രാം പ്രോട്ടീൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതേപോലെ ഒരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ 6 ഗ്രാമാണ് കിട്ടുന്നത്. അപ്പം ചിക്കനായാലും എല്ലാം ആയാലും അതായത് 5, 10, 20 ഗ്രാമുകളിലൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര കഴിക്കേണ്ടി വരും? അത് നമ്മളിപ്പോൾ പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രോട്ടീൻ വരുന്നത്. അപ്പം ഒരേ സാധനം തന്നെ കൂടുതൽ കഴിക്കുന്നതിന് പകരം പലതരം പ്രോട്ടീൻസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഉച്ചയ്ക്ക് നമ്മൾ ചോറുണ്ടെന്ന സമയങ്ങളിൽ ഒന്നാം മീൻ, അല്ലെങ്കിൽ ഇറച്ചി, അല്ലെങ്കിൽ തൈര്, അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, തോരനായിട്ട് എന്തെങ്കിലുമായിട്ട് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. ഒരേ സമയം കൂടുതൽ സാധനം, ഇപ്പോൾ 10 മുട്ട കഴിക്കുന്നത്, അതിനകത്ത് മീനിങ് ഇല്ല. ഒരാൾക്ക് ഒരു തരം ഭക്ഷണം അത് ദഹിക്കാൻ പറ്റുമോ ഇല്ലയോ, കപ്പാസിറ്റി ഉണ്ടോ എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ പ്രോട്ടീൻ സപ്ലൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഫൈൻ. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിഡ്നി ഡാമേജ് നമുക്ക് ആരംഭത്തിൽ തന്നെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഇപ്പം അവരുടെ ഒരു പാരമ്പര്യ രീതിയിൽ കിഡ്നിയുടെ പ്രശ്നമുള്ള ടെൻഡൻസി ഉള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ അത് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ ഒരു ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കിഡ്നി കണ്ടീഷൻ നോക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയൊരു പ്രോട്ടീൻ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കിഡ്നി കണ്ടീഷൻ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. അതിനകത്ത് ഈ പറയുന്ന യൂറിക് ആസിഡ്, ക്രിയാറ്റിന്, സോഡിയം, പൊട്ടാഷ്യം ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും.
പക്ഷേ ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണിക്കുന്നത് തന്നെ. കിഡ്നിയുടെ പ്രശ്നം വന്നതിന് ശേഷമായിരിക്കും ഇത് കാണിക്കുന്നത്. പക്ഷെ നേരത്തെ കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പം മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ EGFR എന്ന് പറയും, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞ് നോക്കുന്നതുകൊണ്ട് സിസ്റ്റാറ്റിൻ C എന്ന് പറഞ്ഞ ടെസ്റ്റ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കിഡ്നിയുടെ ഡാമേജ് വരുന്നതിന് മുമ്പ് തന്നെ കിഡ്നിക്ക് പ്രശ്നം വരും എന്നുള്ളത് ബ്ലഡിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് പ്രോട്ടീൻ പോകുന്നുണ്ടോ അങ്ങനെയുള്ള നോക്കുന്നതിന് ശേഷമാണ് നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ രീതികളുള്ളത്. ഇങ്ങനെയാണ് നമുക്ക് കിഡ്നിയുടെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ വരാൻ പോകുന്നുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നു. ഡോക്ടർ, മറ്റെന്തെങ്കിലും റീസൺസ് കൊണ്ട് കിഡ്നി ഡാമേജ് നമുക്ക് സംഭവിക്കുമോ? ഇതിനകത്ത് മെയിൻ റീസണായിട്ട് പറയുന്നത് പ്രമേഹമാണ്. പ്രമേഹം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് നമ്മളെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു, അതിന് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതൽ എടുക്കുന്നു, ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടുന്നു. ഈ ഷുഗർ യൂറിൻ നമ്മുടെ കിഡ്നിയിലൂടെ പാസ്സായി ചെല്ലുമ്പോൾ അതിനകത്തുള്ള വലകളെ ഡാമേജ് ഉണ്ടാക്കുന്നു, നെഫ്രോൺസ് എന്ന് പറയും. ഈ വലകളെ ഡാമേജ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന പ്രോട്ടീൻസ് യൂറിനിലൂടെ പോകുന്നു. ഇതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. അപ്പം പ്രമേഹമാണ് മെയിനായിട്ട് കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു മണലരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരിപ്പ എന്ന് പറയുന്നതാണ് കിഡ്നി. അതിനകത്തേക്ക് നമ്മൾ മണൽ ഇടുന്നു. ആ മണലിനെ പ്യൂറായിട്ടുള്ള മണലിനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള കല്ലുകളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വല ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്ലൂക്കോസും പോവും, പ്രോട്ടീനും പോവും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ബി പിയുടെ കാര്യം എങ്ങനെ? ബി പി രണ്ടാമത്തെ കാരണമാണ്. അതിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ വീണ്ടും കിഡ്നി ഡാമേജ് ഉണ്ടാകും. ബി പിയുടെ പ്രഷർ കൂടുന്നതനുസരിച്ച് കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം രണ്ടാമത്തെ കാരണം അത് ക്ലിയർ ആക്കണം. പിന്നെ റാബ്ഡോമയോലൈസിസ് എന്ന് പറയുന്ന ഇത് നമുക്ക് ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ ഈ വെള്ളമൊന്നും കുടിക്കാതെ ഫുൾ ടൈം ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഈ പറയുന്ന മസിൽസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇത് ബ്ലഡിലേക്ക് എൻട്രായി ഇത് യൂറിനിലൂടെ കിഡ്നിയിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയുണ്ട്. അങ്ങനെ കൂടുതലായിട്ട് പോകുമ്പോൾ വീണ്ടും കിഡ്നി ഡാമേജ് ഉണ്ടാകും. അതേപോലെ ഈ പറയുന്ന പാരമ്പര്യ രീതികളിൽ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാതെ വീണ്ടും പ്രോട്ടീൻ കാര്യങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഡാമേജ് ഉണ്ടാകും. പല കാരണങ്ങളാണ്. പിന്നെ ഈ പറയുന്ന ഏതെങ്കിലും മരുന്ന് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സിവിയർ ആയിട്ടുള്ള മരുന്ന് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അതേപോലെ തന്നെ ഏതെങ്കിലും കെമിക്കൽസ് നമ്മൾ ക്രീമായിട്ടോ കാര്യങ്ങളോ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കുറേ കഷായങ്ങളായാലും അരിഷ്ടങ്ങളായാലും സ്റ്റിറോയിഡുകളും ആൻറ്റിബയോട്ടിക്സിലൊക്കെ ആയിട്ട് കാലങ്ങളോളം എടുക്കുന്ന ആളുകളിൽ വരാറുണ്ട്. പിന്നെ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ഉണ്ട്. അതായത് IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്. ബോഡി ഇമ്മ്യൂണിറ്റി തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തേച്ച് അത് കിഡ്നിയിൽ ഡാമേജ് വരുന്ന രീതികളുണ്ട്. അങ്ങനെ പല കാരണങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷേ ഒരു 80% എടുത്തു കഴിഞ്ഞാൽ BPയും ഷുഗറുമാണ് ഇതിൻ്റെ മെയിൻ റീസണായിട്ട് വരുന്നത്. ഡോക്ടർ, അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ നമ്മുടെ കിഡ്നീനെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പറയുന്ന ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കണം, നമുക്ക് വർഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. പിന്നെ പല മരുന്നുകൾ കഴിക്കുമ്പോഴാണെങ്കിലും ഒരു 2-3 മാസം ആകുന്ന സമയത്ത് തന്നെ കിഡ്നി ഫംഗ്ഷനൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. അത് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തെങ്കിൽ പറ്റത്തുള്ളൂ. നമ്മൾ ചുമ്മാ പോയിട്ട് ഒരു മരുന്ന് എടുക്കുക കാര്യങ്ങൾ ചെയ്താലാണ് പ്രശ്നം വരുന്നത്. പിന്നെ ഷുഗർ എത്രത്തോളം കൺട്രോളിൽ നിർത്തുന്നു അത്രത്തോളം നല്ലത്. നമ്മൾ ഈ ആദ്യം ഒരു ഗുളിക വെച്ച് ഷുഗർ തുടങ്ങുന്നു, അത് കഴിഞ്ഞ് 2-3 ഗുളികയിലേക്ക് വരുന്നു, ഇൻസുലിൻ വരുന്നു, എന്നിട്ടും ഷുഗർ ഇങ്ങനെ കയറി പോകുമെന്ന് പറഞ്ഞാൽ ആദ്യം കിഡ്നി പ്രശ്നം. നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരോട് പറയും ആദ്യം ഷുഗർ എത്ര കാലമായിട്ടാണ്? 10 കൊല്ലം. അപ്പോൾ ഉടനെ കിഡ്നി ഫംഗ്ഷൻ എടുത്ത് നോക്കും. അതിൽ അളവ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കടക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഒരു മരുന്നും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ അവിടെ ഷുഗർ കുറയ്ക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നം തുടങ്ങും. അപ്പം നമുക്കൊരു കയ്യിൽ നിന്ന് ഒതുങ്ങത്തില്ല, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. പക്ഷേ ക്രിയാറ്റിൻ ലെവൽ കൂടുന്ന കണ്ടീഷനിൽ, കിഡ്നി ഫെയിലർ കണ്ടീഷനിൽ ഒത്തിരി ആളുകളെ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡയാലിസിസ് വളരെ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആഴ്ച 3 ഡയാലിസിസ് നമുക്ക് വേണമെങ്കിൽ മാസത്തിൽ 2 ഡയാലിസിസിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒന്ന് ഡാമേജ് പറ്റി, അതിനകത്ത് ഇനി മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു 30% ഡാമേജ് പറ്റി, 30% ഡാമേജ് ആയി. ഇനി ബാക്കിയുള്ള 70% നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ വർക്കൗട്ട് ആവില്ല. ആ സമയത്ത് നമ്മൾ പ്രോട്ടീൻ റെസ്ട്രിക്റ്റ് ചെയ്തൊരു ഡയറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്രയും ആളുകൾ കണ്ടതിനകത്ത് നമ്മൾ ട്രീറ്റ് ചെയ്തതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ടീ കോഫി കിഡ്നി പ്രശ്നങ്ങളെ കൂട്ടുന്നുണ്ട്. ഓവറായിട്ട് കഴിക്കുന്ന പ്രോട്ടീൻ കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ കിഡ്നി ഉള്ള പ്രശ്നമുള്ളവർക്ക് ആ പ്രശ്നങ്ങൾ കൂട്ടാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, ഷുഗർ ലെവൽ കൂടിക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം, ഓക്കെ ക്രിയാറ്റിനും കൂടുതലാണ്, ഷുഗറും കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഷുഗറിന് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയാറ്റിൻ കുറയാറുണ്ട്. പക്ഷേ ഷുഗർ കൺട്രോളിലാണ്, ക്രിയാറ്റിൻ മാത്രം കൂടുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് പറ്റി എന്നുള്ളതാണ്. പല സാഹചര്യങ്ങളിലും ബ്ലഡ് ടെസ്റ്റിൽ ഒരു കുഴപ്പം കാണത്തില്ല, സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും കിഡ്നിക്ക് പ്രശ്നം കാണിക്കുന്നത്. അപ്പം നമുക്ക് റിക്കവർ ആക്കി എടുക്കാൻ പറ്റും. കിഡ്നി റിക്കവർ ആക്കുമല്ല, ഫർദർ ബ്ലഡിലേക്ക് വന്ന് പ്രശ്നങ്ങൾ കൂടാതെ നോക്കാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും.
അതാണ് മെയിനായിട്ടും. പിന്നെ വെള്ളം കൂടിയാണെങ്കിൽ ഈ പറയുന്ന റിപ്പീറ്റഡായിട്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നു, റിപ്പീറ്റായിട്ട് യൂറിക് ആസിഡ് കൂടുന്നു, വെള്ളം കൂടിയില്ല, അങ്ങനെ കാര്യങ്ങളെല്ലാം വന്നു കഴിയുമ്പോഴത്തേന് വീണ്ടും കിഡ്നിക്ക് ഓവർലോഡ് വരികയാണ്. ബി പിയുടെ മരുന്ന് നമുക്ക് ഒരെണ്ണം എടുത്തേച്ച് ഓക്കെ ആയില്ലെങ്കിൽ അടുത്തത് മാറ്റാനോ കോമ്പിനേഷൻ ക്ലിയർ ആയില്ലെങ്കിൽ മാറ്റാനോ ഉള്ള കാര്യങ്ങൾ അന്നേരം ചെയ്തില്ലെങ്കിൽ വീണ്ടും കിഡ്നിക്ക് ലോഡ് കൂടുതലാണ്. പിന്നെ നമുക്ക് അവിടെ കേട്ടു ഇവിടെ കേട്ടു എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയിട്ടൊരു മരുന്ന് വാരി കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നമുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കിഡ്നിയിലേക്ക്. വേറെ ഏത് അവയവവും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, പക്ഷേ കിഡ്നി ഡാമേജ് വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക് ടു നോർമൽ ലൈഫ് ഇല്ല. കിഡ്നി ഡാമേജ് വന്നു, ആ ഡാമേജിനെ ട്രീറ്റ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളെ ട്രീറ്റ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ ഡാമേജ് ആയാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം മെയിൻലി നമ്മുടെ ഡയബറ്റീസും ബി പിയുമാണ് നമ്മുടെ കിഡ്നി ഡാമേജിന്റെ മെയിൻ കോസ്. ഇതിന് ശേഷമാണ് പ്രോട്ടീനിലേക്ക് വരുന്നത്. പക്ഷേ പൊതുവേ ഇത് എന്തിനാ പ്രോട്ടീനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കിഡ്നി ഫെയിലിയർ കണ്ടീഷനിൽ, കിഡ്നി ഡാമേജ് കണ്ടീഷനിൽ പോയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പം അതിനകത്ത് കുറേ പ്രോട്ടീൻ കൂടുതൽ പോകുന്നു എന്നുള്ളത് കാണിക്കുക. അപ്പം ഭൂരിഭാഗം ആളുകളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യം പ്രോട്ടീനാണ് ഇതുണ്ടാക്കുന്നത് എന്നുള്ള രീതിയാണ്. പ്രോട്ടീനും ഇതുമായിട്ട് ബന്ധമല്ല. അവിടെ ഡാമേജ് വന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ എടുക്കുമ്പോൾ പ്രോട്ടീൻ ഇതിലൂടെ പോകുന്നു എന്നുള്ളതാണ് അവിടെ മെയിനായിട്ടും വരുന്നത്. ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പ്രീബയോട്ടിക് ഫൈബർ എന്ന് പറയും. ഈ കിഡ്നിയിലുള്ള കോശങ്ങളുടെ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഈ പ്രീബയോട്ടിക് ഫൈബർ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പൊതുവേ ബോഡിയുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഈ തഴുതാമ പോലത്തെ അങ്ങനത്തെ ഒരു ഹെർബൽ കോമ്പിനേഷൻ തന്നെയുണ്ട്. ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഈ കിഡ്നി കണ്ടീഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും. കഴിഞ്ഞ തവണ ഒരാൾ വന്നേക്കാണ് ശരീരം മൊത്തം നീരാണ്, അത് യൂറിന് പോകുന്നില്ല. പക്ഷേ നമ്മൾ ആ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ യൂറിനെല്ലാം പോയി വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന്, അത് വിതിൻ 1 day ഉള്ളിൽ തന്നെ ആ ചേഞ്ചസ് വന്നു. അപ്പം പലപ്പോഴും സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഡാമേജ് ആയി, പക്ഷേ ഫർദർ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പകരം അത് ചെയ്യണം. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വയറിനകത്ത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഡയാലിസിസ് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട്, റിപ്പയറിൻ്റെ ഭാഗമായിട്ടും കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഡയാലിസിസ് ഉള്ളത് ആഴ്ചയിൽ 3-4 ഡെയിലി ഡയാലിസിസിലേക്ക് പോകും. പക്ഷേ ഇത് അല്ലാതെ ചെയ്യുവാണെങ്കിൽ ആ ഡയാലിസിസും അതേപോലെ തന്നെ അതിൻ്റെ മെഡിസിൻസിൻ്റെ എടുക്കുന്നതിൻ്റെ കൂടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്റ്റീവായിട്ടുള്ള റിപ്പയറിങ് രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആഴ്ചയിലൊന്നുള്ളതിന് വേണമെങ്കിൽ മാസത്തിലൊന്നിലേക്ക് ഡയാലിസിസിലേക്ക് നമുക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ പ്രോട്ടീനും വേ പ്രോട്ടീനും അതേപോലെ പ്രോട്ടീൻ റിച്ച് ഫുഡായിട്ടുള്ളതെല്ലാം എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ബട്ട് ഇൻസ്റ്റെഡ് അവരവരുടെ കിഡ്നി ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യുക, അവരുടെ ഫാമിലി ഹിസ്റ്ററി നോക്കുക, അവരുടെ കിഡ്നി ഹെൽത്ത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒരു പ്രോട്ടീൻ ഡയറ്റിലേക്ക്, നല്ല ഹെവി ആയിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ബെനിഫിറ്റുകൾ കിട്ടും. പക്ഷേ ഇത് നോക്കാതെ പോകുന്നവർക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു നടി എന്താ പറയുക കീറ്റോ ഡയറ്റ് പ്രോട്ടീനൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഫെയിലർ ആയി. പക്ഷേ അവൾക്ക് ഓൾറെഡി ഓട്ടോ ഇമ്മ്യൂൺ കിഡ്നി ഡിസീസുകൾ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇത് നമ്മളെ കാണും, പല ഈ ജിമ്മിലുള്ള ആൾക്കാരുടെ പ്രശ്നം അത് തന്നെയാണ്. ഇവരുടെ ഫാമിലി ഹിസ്റ്ററിയിലും ഇവരുടെ കിഡ്നി കണ്ടീഷനിലും ഏകദേശം ഒരു ഡാമേജിൻ്റെ രീതികൾ ഇരിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ കൂടെ പ്രോട്ടീനോട് എടുക്കുമ്പോഴത്തേനും പ്രശ്നമില്ല. അല്ലാതെ ജിമ്മിൽ പോകുന്ന ഒരാൾ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല. അവരത് വർക്കൗട്ട് ചെയ്യുന്നു, ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ കിഡ്നി കണ്ടീഷൻ ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, ഭാവിയിലേക്ക് പ്രശ്നം വരുമോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇതാരും ജിം ഇൻസ്ട്രക്ടർമാരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അവർ ഇത്രയും കഴിച്ചോ അത് കഴിച്ചോ ഇത് കഴിച്ചോ എന്ന് പറയും എന്നുള്ളതല്ലാതെ ഇവർക്ക് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല അത് പറയുന്നത്. കിഡ്നി രോഗങ്ങളെ പറ്റിയിട്ടും കിഡ്നി ഹെൽത്തിനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ തന്ന ഡോക്ടറിന് ഒരുപാട് താങ്ക് യു വെരി മച്ച്.